യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആദ്യത്തെ 2 എപ്പിസോഡുകളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 10 എപ്പിസോഡാണ് ഈ ഒരു സീരീസിന് അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിൽ വരാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു 2 എപ്പിസോഡ് കണ്ടതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോയാണ് സ്പൈഡർമാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടിക്കാലം തൊട്ട് ഇത്രയും നാളും നമ്മൾ കണ്ട സിനിമകളായാലും സീരീസുകളായാലും എല്ലാ സ്പൈഡർമാൻ്റെ സാധനങ്ങൾ നമുക്ക് അത്രയും ഫേവറേറ്റ് ആണ്, അത്രയും എപ്പിക്കായിരുന്നു നമ്മൾ കണ്ടത്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇൻറ്റു ദ സ്പൈഡർവേഴ്സ് ആയാലും ഇപ്പം അവസാനം വന്ന നോ വേ ഹോം ആയാലും എല്ലാം അങ്ങനെയാണ് ആ ഒരു ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ അകത്ത് 2 എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്ക് തോന്നി. ഇതിനകത്ത് ഡിഫറെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കോമിക്സ് ലെവൽ, ഒരു കോമിക്കിൽ എങ്ങനെയാണ് നമ്മൾ കഥ വായിക്കുന്നത് ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞു പോകുന്നതെന്നൊരു ഫീലിംഗ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ഇത്രയും കാലം കണ്ട സ്പൈഡർമാൻ സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഈ ഒരു സീരീസിന്. അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സീരീസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കിടിലൻ ക്യാമിയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു പീറ്റർ പാർക്കറിനെ കടിക്കുന്ന ആ ഒരു സ്പൈഡർ എന്ന് പറയുന്നത് അവരുടെ യൂണിവേഴ്സിൽ നിന്നുള്ളതല്ല. അങ്ങനെ കുറേ അധികം സാധനങ്ങൾ നമ്മൾ ഡിഫറെൻ്റായിട്ട് കണ്ടിരിക്കേണ്ട, നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരാനായിട്ട് പോകുന്ന, അതായത് നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു യൂണിവേഴ്സേ അല്ല ഇതിനകത്ത് കാണാനായിട്ട് തോന്നുന്നത്. പക്ഷേ ടോണി സ്റ്റാർക്കിൻ്റെ അയൺമാനൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അവർ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല ഇതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ട സമയത്ത്. ആദ്യത്തെ 2 എപ്പിസോഡ് ആ ഒരു അബ്സൊല്യൂട്ട് ഇൻട്രൊഡക്ഷനാണ്. ഇവർ മറ്റേ ആ ഒരു ലാഗടിപ്പിക്കൽ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഒരു ഒറിജിൻ സ്റ്റോറി പറയുമ്പോൾ മറ്റേ ആദ്യം ചലത്തി അടിക്കണം, പിന്നെ ഷൂട്ട് ഉണ്ടാക്കണം, അങ്ങനെ പരിപാടികളൊന്നുമില്ല. ആദ്യത്തെ ആ ഒരു ഇൻട്രോ കാണിക്കുന്നു, പിന്നെ നേരിട്ട് ആ ഒരു ഷൂട്ട് ഉണ്ടാക്കിയ പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു ലാഗിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ആദ്യത്തെ 2 എപ്പിസോഡുകൾ കാണിച്ചിട്ടുള്ളത്. 10 എപ്പിസോഡ് കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് എന്നുള്ളതാണിത്. അടുത്ത 3 ആഴ്ച കൊണ്ട് ഈ ഒരു സീരീസ് തീരും എന്നുള്ളതാണ്. ഇനി വരാനായിട്ട് പോകുന്ന നെക്സ്റ്റ് ബുധനാഴ്ച വരുന്നത് അടുത്ത 3 എപ്പിസോഡുകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 എപ്പിസോഡ് ഫിനാലെ എന്നുള്ള രീതിയിൽ ഫിനാലെ 2 ഫൈനൽ എപ്പിസോഡ്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെയായിരിക്കും ഈ ഒരു സീരീസിൻ്റെ സീസൺ 1 വരുന്നത്. ഇതിൻ്റെ സീസൺ 2 ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് പകുതിയോളം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസൺ 3ക്ക് വേണ്ടിയിട്ട് റിന്യൂവും ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് മാർവൽ ഈ ഒരു ഷോയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഏത് ലെവലിലായിരിക്കും ഇതിന് ഫസ്റ്റ് സീസൺ അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് 3 സീസണൊക്കെ ഫസ്റ്റ് സീസൺ റിലീസ് ആവുന്നതിന് മുമ്പേ റിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അത്രയും കോൺഫിഡൻസോട് കൂടി മാർവൽ ചെയ്ത സമയത്ത് ഇത് ഒരു അബ്സല്യൂട്ട് എപ്പിക് ഷോ തന്നെ ആയിരിക്കും മാർവലിൻ്റെ സൈഡിൽ നിന്നിട്ടാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക ആദ്യത്തെ 2 എപ്പിസോഡ്. ആദ്യത്തെ 2 എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലാണ് ആ 2 എപ്പിസോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.